ഒരുമിച്ചൊരു വേദിയിൽ സംവദിക്കാൻ ആണായി പിറന്ന ഈ പാർട്ടിയിലെ സകല മനുഷ്യരെയും വെല്ലുവിളിക്കാൻ നിങ്ങൾ തയ്യാറല്ല. മുരുവമ്പായിലെ ധീര രക്തസാക്ഷി സഖാവ് കുഞ്ഞിരാമൻ, ആ കുഞ്ഞിരാമനെ വർത്തമാനകാലത്ത് ഈ രാഷ്ട്രീയ എതിരാളികൾ ചിത്രീകരിച്ചത് നമ്മുടെ മുമ്പിലുണ്ട്. അച്ഛന്റെ മരണം നേരിൽ കണ്ട മക്കളുടെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത്. 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലും പഠിക്കുന്ന മക്കള്, ഞാനിപ്പോ അവരോട് സംസാരിച്ചു. ആ വിതുമ്പുന്ന ഓർമ്മകൾ അവരെന്നോട് പങ്കുവച്ചു. അച്ഛൻ മരിച്ച് സ്കൂളിൽ നിന്ന് മരിച്ച വിവരം പറയാതെ വീട്ടിലേക്ക് പോയിക്കോളൂ എന്ന് പറയുമ്പോ മരണം ഉറപ്പാണ് എന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് വീട്ടിലേക്ക് തിരിച്ചുപോയ മക്കളുടെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത്. ഒരു ചെറിയ മാപ്പ് പറയലാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാനടക്കമുള്ള സമുദായത്തിലെ ചില തീവ്രവാദികൾ ഈ സമുദായത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി കാവൽ നിന്നതിന്റെ പേരിൽ കൊല്ലപ്പെട്ട നിങ്ങളുടെ പ്രിയപ്പെട്ട പിതാവിനെ, ഈ നാടിന്റെ പ്രിയപ്പെട്ട സഖാവിനെ ഭാഷയുടെ ഏറ്റവും മോശമായ രീതിയിൽ പരിഹസിക്കുമ്പോൾ മനസ്സിൽ ഞാൻ അറിയാതെ മക്കളോട് മാപ്പ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. കുഞ്ഞിരാമൻ മരിച്ചത് എന്തിനാണ് എന്ന് ഇവിടെ വളരെ വ്യക്തമാക്കപ്പെട്ടു. അദ്ദേഹം കൊല്ലപ്പെട്ടതിന്റെ വെളിപ്പാട് അകലെ നിന്നാണ് ഞാൻ ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത്. അദ്ദേഹം കൊല്ലപ്പെട്ടതിന് ശേഷം ഇവിടെ നടന്ന സ്കൂളിലെ അനുശോചന യോഗത്തിൽ സംസാരിച്ച കോൺഗ്രസുകാരനായ KP അബുട്ടിയുടെ നാട്ടിലിരുന്നാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഇവിടെ പറഞ്ഞല്ലോ, സമാധാന സേനയിൽ അവരെല്ലാവരും ഉണ്ടായിരുന്നു. സമാധാന സേനയിൽ അംഗങ്ങളെ കുറിച്ച് പറഞ്ഞു. പക്ഷെ എന്താ ഇവർ പറഞ്ഞിട്ടുള്ളത്? ഇവിടെ ഈ വെളിപ്പാടകലെ അളകാപുരി എന്ന് പറയുന്ന ഒരു കള്ളുഷാപ്പുണ്ട്. ആ കള്ളുഷാപ്പിൽ വെച്ച് നടന്ന കശപിശയിലാണ്, കള്ളുഷാപ്പിലുണ്ടായ ബഹളത്തിലാണ് കുഞ്ഞിരാമൻ കൊല്ലപ്പെട്ടത്. അല്ലാതെ കലാപവുമായി കുഞ്ഞിരാമന് ബന്ധമില്ല എന്ന് നാടാകെ നടന്ന് പ്രചരിപ്പിക്കുകയാണ്. ആ പ്രചരണത്തിന് നേതൃത്വം കൊടുക്കുന്നത് RSS ആണ്, ആമുഖമായി. അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഹിന്ദു രാഷ്ട്രം ഉണ്ടാക്കണം എന്ന മുദ്രാവാക്യവുമായി ഇറങ്ങിയ ഒരു സംഘടനയാണ് RSS, രാഷ്ട്രീയ സ്വയം സേവക് സംഘ്. അതിന്റെ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടിയാണ് അവർക്ക് ഏറ്റവും കൂടുതൽ ശാഖകളുള്ള തലശ്ശേരി പ്രദേശത്ത് അവരൊരു സംഘർഷത്തിന് ഇല്ലാത്ത കാരണം പറഞ്ഞ് ഒരു സന്ദർഭം ഉണ്ടാക്കിയത്. ന്യൂനപക്ഷങ്ങളെയും അവരുടെ ആരാധനാലയങ്ങളെയും ആക്രമിക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെ പ്രതിരോധിച്ച് ആ പ്രതിരോധത്തിൽ കൊല്ലപ്പെട്ട മനുഷ്യൻ ജന്മം കൊണ്ട് ഹിന്ദുവാണ്, പക്ഷെ അയാൾ കർമ്മം കൊണ്ട് കമ്മ്യൂണിസ്റ്റുകാരനാണ്. ഹിന്ദുരാഷ്ട്രമുണ്ടാക്കുന്ന ഒരു സംഘടനക്ക് അവരുടെ ഈ നീക്കത്തെ തടഞ്ഞു നിർത്തിയവൻ ജന്മം കൊണ്ട് ഹിന്ദുവാകുമ്പോ അവർക്ക് വലിയ പ്രയാസം ഉണ്ടാവും. അയാൾ കർമ്മം കൊണ്ട് കമ്മ്യൂണിസ്റ്റുകാരനാണ് എന്നുള്ളതല്ല അവരുടെ പ്രശ്നം. അപ്പൊ എന്ത് ചെയ്യണം? സഖാവ് ഇതിനു വേണ്ടിയല്ല കൊല്ലപ്പെട്ടത് എന്ന് സമർത്ഥിക്കണം. ആദ്യമായി പ്രചരണം തുടങ്ങുന്നത് RSSന്റെ ഒരു ബ്ലോഗിലാണ്. 10-15 വർഷങ്ങൾക്ക് മുമ്പ് ആ ബ്ലോഗിലാണ് അവർ പറഞ്ഞത് കുഞ്ഞിരാമൻ കൊല്ലപ്പെട്ടത് കള്ളുഷാപ്പിലാണ്. അത് കഴിഞ്ഞ് ഈ പ്രചരണത്തിന് ആക്കം കൂട്ടിക്കൊണ്ട് ചന്ദ്രിക പത്രത്തിൽ റിപ്പോർട്ട് വന്നു. അത് കഴിഞ്ഞതിന് ശേഷമാണ് കേരളത്തിലെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഉത്തരവാദിത്തപ്പെട്ട നേതാവ്, പാർട്ടിയുടെ MLA PT തോമസ് എന്ന രാഷ്ട്രീയ തമ്മാടി, അയാൾ ജീവിച്ചിരിപ്പില്ല, പക്ഷേ ആ വാചകം വളരെ സൂക്ഷിച്ചുകൊണ്ട് തന്നെയാണ് പറയുന്നത്. PT തോമസ് എന്ന രാഷ്ട്രീയ തമ്മാടി കുഞ്ഞിരാമനെതിരെ ഈ തമ്മാടിത്തം വിളിച്ചു പറഞ്ഞത്. തമ്മാടിത്തം പറയുന്നവനെ മിനിമം തമ്മാടി എന്നെങ്കിലും വിളിക്കണല്ലോ. അതുകൊണ്ടാണ് വളരെ പ്രയാസപ്പെട്ടാണെങ്കിലും ആ വാക്ക് ഞാൻ പ്രയോഗിക്കുന്നത്. എന്താ PT തോമസ് പറഞ്ഞത്? നിങ്ങളൊക്കെ കേട്ടതാണ്, ഞാൻ ആവർത്തിക്കുന്നില്ല. കുഞ്ഞിരാമൻ ഏതോ കള്ളുഷാപ്പിന്ന് കള്ളു കുടിച്ചതിന്റെ പേരിൽ എന്തോ വാക്തർക്കുണ്ടായി, അങ്ങനെയാണ് കൊല്ലപ്പെട്ടത്. കുഞ്ഞിരാമന്റെ മരണവും തലശ്ശേരി കലാപവുമായിട്ട് ഒരു ബന്ധവുമില്ല. ഒരു പള്ളിയും കുഞ്ഞിരാമൻ സംരക്ഷിക്കാൻ പോയില്ല. കുഞ്ഞിരാമൻ എന്തോ കള്ളു കുടിച്ചിട്ട് കാശ് കൊടുക്കാത്തതിന്റെ എന്തോ കാര്യത്തിന് കുഞ്ഞിരാമന്റെ കൂട്ടുകാരൻ തന്നെ ഒരു കുത്തു കൊടുത്തിയാത്തതാ. എന്നിട്ട് അതിന് തെളിവായിട്ട് ഇയാളെ പറഞ്ഞിട്ടുള്ളത്
കുഞ്ഞിരാമൻ കൊല്ലപ്പെട്ടതിന്റെ പിറ്റേ ദിവസം പുറത്തിറങ്ങിയ മാതൃഭൂമി പത്രവും മനോരമ പത്രവും ഞാൻ പരിശോധിച്ചു. ആ പത്രത്തിലൊന്നും അങ്ങനെ ഒരു വാർത്തയേ ഇല്ല. കുഞ്ഞിരാമൻ കൊല്ലപ്പെട്ട വാർത്തയേ ഇല്ല. അന്നത്തെ മാതൃഭൂമി നോക്കി, മനോരമ നോക്കി, അന്നത്തെ ദേശാഭിമാനി നോക്കി, ഇതിൻ്റെ അകത്തൊന്നും പള്ളി സംരക്ഷിക്കാൻ കുഞ്ഞിരാമൻ രക്തസാക്ഷിയായതിന്റെ കഥയില്ല. അത് കഴിഞ്ഞ് സെപ്റ്റംബർ മാസത്തിൽ കേരള നിയമസഭ ചേർന്നു. ഈ കൂത്തുപറമ്പ് പ്രദേശത്തിന്റെ MLA ആയിരുന്നു പിണറായി വിജയൻ. കേരള നിയമസഭയിൽ കുഞ്ഞിരാമനെ കുറിച്ച് ഒരക്ഷരം കൂത്തുപറമ്പിന്റെ MLA ആയ പിണറായി വിജയൻ പറഞ്ഞില്ല. ഞാൻ നിയമസഭാ ലൈബ്രറിയിൽ നിന്ന് പിണറായി വിജയന്റെ പ്രസംഗം എടുത്തു. അതിൻ്റെ അകത്ത് നോക്കിയപ്പം ആ പ്രസംഗം മുഴുവൻ തലശ്ശേരി കലാപത്തെ പറ്റിയാണ്. പക്ഷെ ഖമാ എന്നൊരക്ഷരം കുഞ്ഞിരാമനെ പറ്റി പറഞ്ഞിട്ടില്ല. ഇതാണ് PT തോമസ് പ്രഖ്യാപിച്ചത്. അത് കേരളത്തിലെ UDF-ഉം RSS-ഉം ജമാഅത്തെ ഇസ്ലാമിയും SDPI-യും സകല കമ്മ്യൂണിസ്റ്റ് വിരോധികളും ഏറ്റെടുത്തു. ഇപ്പോഴും അവരത് പ്രചരിപ്പിക്കുന്നു. ശക്തമായ തെളിവുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മളതിനെ ഖണ്ഡിച്ചിട്ടും അവരത് എതിർത്തു. അതുകൊണ്ട് എന്റെ പ്രസംഗം കേൾക്കുന്ന ഈ പ്രദേശത്ത് കോൺഗ്രസുകാരുണ്ടെങ്കിൽ, മുസ്ലിം ലീഗുകാരുണ്ടെങ്കിൽ, PT തോമസിന്റെ വാദം ഏറ്റുപിടിക്കുന്ന SDPI-ക്കാരും ജമാഅത്തെ ഇസ്ലാമിയും RSS-കാരും ഉണ്ടെങ്കിൽ അവരോട് വളരെ വ്യക്തമായി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ PT തോമസ് ഏത് മനോരമയാ വായിച്ചിട്ടുള്ളത്? ഏത് മാതൃഭൂമിയാ PT തോമസ് വായിച്ചിട്ടുള്ളത്? 1972 ജനുവരി മാസം 3-ാം തീയതിയാണ് കുഞ്ഞിരാമൻ ആക്രമിക്കപ്പെട്ടത് എന്ന് നേർസാക്ഷിയായ ഭാരതൻ ഇവിടെ പറഞ്ഞു. ഈ നാട്ടിലെ പലരും പറഞ്ഞു. 4-ാം തീയതി ആശുപത്രിയിലേക്കുള്ള യാത്രയിലിടെയാണ് കുഞ്ഞിരാമൻ മരണപ്പെടുന്നത്. 5-ാം തീയതി പുറത്തിറങ്ങിയ അന്നത്തെ മനോരമ പത്രമാണ് എന്റെ കയ്യിലുള്ളത്. ആ മനോരമ പത്രത്തിലെ വാർത്തയാണ് കോൺഗ്രസ്. ഞാൻ പറഞ്ഞ കാര്യം PT തോമസ് പറഞ്ഞത് മലയാള മനോരമ പത്രം ഞാൻ വായിച്ചു. ആ പത്രത്തിൽ കുഞ്ഞിരാമൻ കൊല്ലപ്പെട്ടതിനെ കുറിച്ച് ഒരു വാർത്തയില്ല. ഇത് കേട്ട് ഏറ്റെടുത്ത് പ്രചരിപ്പിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയും മുസ്ലിം ലീഗും SDPI-യും RSS-കാരും ഇത് വായിക്കണം. ഞാനിതിന്റെ കോപ്പി ഇവിടെ കൊടുത്തേ പോകും. 1972 ജനുവരി മാസം 5-ാം തീയതി പുറത്തിറങ്ങിയ മലയാള മനോരമ പത്രത്തിൽ കുഞ്ഞിരാമന്റെ കൊലപാതകത്തെ കുറിച്ച് വന്ന വാർത്തയാണിത്. ഏത് പത്ര PT തോമസ് തപ്പിയത്? എന്താ ഈ പത്രത്തിൽ പറയുന്നത്? കണ്ണൂർ ജനുവരി 4 കൂത്തുപറമ്പിനടുത്ത നീർവേലി എന്ന സ്ഥലത്ത് ഇന്നലെ രാത്രി ഉണ്ടായ ആക്രമണത്തിൽ മാർക്സിസ്റ്റ് പാർട്ടി പ്രവർത്തകരായ UK കുഞ്ഞിരാമൻ കൊല്ലപ്പെട്ടിരിക്കുന്നു. അടിയും കുത്തും കൊണ്ട് പരിക്കേറ്റ മറ്റു 2 മാർക്സിസ്റ്റുകാരെ ഇവിടെ ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഈയിടത്തെ അശാസ്യങ്ങളെ തുടർന്ന് പ്രാദേശികമായി രൂപവൽക്കരിക്കപ്പെട്ട സമാധാന കമ്മിറ്റിയുടെ പ്രവർത്തകനാണ് കുഞ്ഞിരാമൻ. മാർക്സിസ്റ്റ് പ്രവർത്തകരെ ഒരു ജനസംഘക്കാർ ആക്രമിക്കാനുണ്ടായത്. സമാധാന കമ്മിറ്റിയുടെ യോഗം കഴിഞ്ഞ് പോകുമ്പോഴായിരുന്നു മാർക്സിസ്റ്റുകാർ ആക്രമിക്കപ്പെട്ടത്. ആക്രമണത്തെ തുടർന്ന് പരിക്കേറ്റ കുഞ്ഞിരാമൻ, ആലക്കണ്ടി വത്സൻ, നാണു എന്നിവരെ കോട്ടയം ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും കുഞ്ഞിരാമൻ ഇന്ന് കാലത്ത് മരണപ്പെടുകയുമാണ് ഉണ്ടായത്. ഇത് മനോരമയാണ്. കമ്മ്യൂണിസ്റ്റുകാരനെതിരെ കിട്ടിയാൽ ആയുധമെടുത്തവരെ ആക്രമിക്കാൻ തയ്യാറല്ല. കമ്മ്യൂണിസ്റ്റുകാരൻ അധികാരത്തിൽ വന്നാൽ ഞാൻ വിഷം കുടിച്ച് മരിക്കുമെന്ന് വാഗ്ദാനം നൽകി, നമുക്ക് പ്രതീക്ഷ നൽകി വാക്ക് പാലിക്കാത്ത മാമൻ മാപ്പിളയുടെ മലയാള മനോരമ പത്രത്തിന്റെ പേജാണ് RSS-കാരാ കോൺഗ്രസുകാരാ ഇക്കാണുന്നത്. കഴിഞ്ഞില്ല. അത് കഴിഞ്ഞ് മാതൃഭൂമി പത്രം ഞാൻ പരിശോധിച്ചു. അതിലങ്ങനെ ഒരു വാർത്തയില്ല. 1972 ജനുവരി മാസം 5-ാം തീയതി പുറത്തിറങ്ങിയ മാതൃഭൂമി പത്രമാണിത്. വല്ല ലീഗിനും കോൺഗ്രസും SDPI-ക്കും സംശയമുണ്ടെങ്കിൽ കേസോട് മനോരമയുടെയും മാതൃഭൂമിയുടെയും കള്ളപ്പേജുകൾ കാണിച്ച് നാസിർ കൊളായി പച്ചക്കള്ളം പറഞ്ഞു എന്ന് മാനനഷ്ടത്തിന് കേസ് കൊടുക്ക്. മനോരമയ്ക്കെതിരെ, മാതൃഭൂമിക്കെതിരെ. എന്താ മാതൃഭൂമിയുടെ വാർത്ത? കണ്ണൂർ ജനുവരി 4 കണ്ണൂരിൽ സംഘടനത്തിൽ ഒരാൾ മരിച്ചു. ഇതിന്റെ കോപ്പി നമ്മുടെ കൊടുക്കും. മാർക്സിസ്റ്റുകാരും ജനസംഘക്കാരും തമ്മിൽ ഇവിടെ നിന്ന് 30 കിലോമീറ്റർ അകലെ ഉറുവച്ചാലിൽ ഇന്നലെ രാത്രി നടന്ന സംഘടനത്തിൽ പ്രമുഖ മാർക്സിസ്റ്റ് പ്രവർത്തകനായ UK കുഞ്ഞിരാമൻ കൊല്ലപ്പെടുകയും വേറെ 2 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. തലശ്ശേരിയിലും പരിസരങ്ങളിലും ഈയിടെ നടന്ന ലേളകളെ തുടർന്ന് രൂപീകൃതമായ സമാധാന സമിതിയിലെ അംഗങ്ങളായ മാർക്സിസ്റ്റുകാരെ
അവരുടെ ഒരു യോഗത്തിൽ പങ്കെടുത്ത് മടങ്ങി വരവെ എതിർ ഗ്രൂപ്പുകാർ ആക്രമിക്കുകയാണ് ഉണ്ടായത്. ഗുരുതരമായി പരിക്കേറ്റ കുഞ്ഞിരാമൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് അല്പം കഴിഞ്ഞ് മരണപ്പെട്ടു. മാതൃഭൂമി, ഏത് മാതൃഭൂമിയാ പി ടി തോമസ് നോക്കിയത്? പി ടി തോമസ് മനോരമയും മാതൃഭൂമിയല്ലേ പറഞ്ഞിട്ടുള്ളൂ. അതല്ലാത്തൊരു പത്രം വന്നിട്ടുണ്ട്. ഇത് കേരള കൗമുദി. ഇത് പരിശോധിക്കുന്നതിൽ സകല പത്രങ്ങളും തപ്പിയെടുക്കുന്ന കൂട്ടത്തിൽ യാദൃച്ഛികമായി കയ്യിൽ വന്നതാണ്. ഇതിലെന്താ പറയുന്നത്? ഇതും അതേ ഡേറ്റ് 1972 ജനുവരി 5 മാർക്സിസ്റ്റ് ജനസംഘം സംഘടനം, ഒരു മാർക്സിസ്റ്റ് പ്രവർത്തകൻ കൊല്ലപ്പെട്ടു. ഇതിനടുത്ത ഉരുവച്ചാലിൽ ഇന്നലെ രാത്രി മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റുകാരും ജനസംഘക്കാരും തമ്മിൽ നടന്ന സംഘടനത്തിൽ ഒരു പ്രമുഖ മാർക്സിസ്റ്റ് പ്രവർത്തകനായ കുഞ്ഞിരാമൻ കൊല്ലപ്പെടുകയും മറ്റ് 2 മാർക്സിസ്റ്റ് പ്രവർത്തകർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. പരിക്കേറ്റവരുടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഗുരുതരമായ പരിക്കുകളോടെ ശ്രീ കുഞ്ഞിരാമനെ നേരത്തെ ആശുപത്രിയിൽ പ്രവേശിച്ചില്ലെങ്കിലും അധികം താമസിയാതെ അദ്ദേഹം മൃതിയടയുകയാണുണ്ടായത്. തലശ്ശേരി സംഭവങ്ങളോടനുബന്ധിച്ച് കൂത്തുപറമ്പിലും പരിസര പ്രദേശങ്ങളിലും സമാധാന കമ്മിറ്റിയിൽ അംഗങ്ങളായ ഈ മാർക്സിസ്റ്റ് പ്രവർത്തകർ കമ്മിറ്റിയുടെ ഒരു യോഗം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴാണ് ഇന്നലെ ജനസംഘക്കാർ അവരെ ആക്രമിച്ചതെന്ന് പറയപ്പെടുന്നു. ഈ സംഭവത്തിൽ പ്രതിഷേധിച്ച് ഇന്ന് കൂത്തുപറമ്പിലും ഉരുവച്ചാലിലും പരിപൂർണ അഹ്റാൽ ആചരിക്കുകയാണ്. ആശുപത്രിയിൽ നിന്നും പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ ശേഷം ഈ കുഞ്ഞിരാമന്റെ മൃതദേഹം മാർക്സിസ്റ്റ് പ്രവർത്തകർ ഏറ്റുവാങ്ങി മൗനചാതയായിട്ടാണ് സ്ഥലത്തേക്ക് കൊണ്ടുപോയത്. ബാലേട്ടനടക്കമുള്ള സഖാക്കളെ ഏറ്റുവാങ്ങിയ മൃതശരീരത്തെ കുറിച്ചായി പറയുന്നത്. പത്രത്തിലായി വാർത്ത. എന്നിട്ട് നട്ടാൽ മുളക്കാത്ത നുണകള് ഈ നാട്ടിൽ സകല മാധ്യമങ്ങളും പ്രചരിപ്പിക്കുന്നത്. ഇവിടത്തെ മുസ്ലിം, ഞാൻ ആ വാചകം ആവർത്തിക്ക് പറയുന്നത്, മുസ്ലിം ലീഗുകാരനും മുസ്ലിം രാഷ്ട്രവാദികളായ ജമാഅത്ത് ഇസ്ലാമിയും മുസ്ലിങ്ങളെ സംരക്ഷിക്കാനാണ് ഞങ്ങൾ എന്ന് വീമ്പ് പറയുന്ന SDPIക്കാരനും വാദിക്കാം. മനസ്സിലായി നിങ്ങൾക്ക്? RSS വാദിക്കും. ഞാൻ പറഞ്ഞല്ലോ അവരുടെ ഉദ്ദേശം എന്താണ്? ഹിന്ദുരാഷ്ട്രം സ്ഥാപിക്കുന്നതിന് വേണ്ടി അവർ നടത്തിയ കലാപത്തെ പ്രതിരോധിച്ച് ജന്മം കൊണ്ട് ഹിന്ദുവായ ഒരു മനുഷ്യനാണ് പ്രതിരോധിച്ച് കൊല്ലപ്പെട്ടത് എന്ന് പറയുന്നത് അവർക്ക് ക്ഷീണാണ്. പക്ഷേ ഈ SDPIക്കാരൻ എന്തിനു ന്യായീകരിക്കുന്നു? SDPIക്കാരൻ ഇപ്പൊ ഇവിടെ ഉറുവഞ്ചാലൊക്കെ പറയുന്നത് എന്താണ്? ഞങ്ങൾ മുസ്ലിങ്ങളെ സംരക്ഷിക്കാനുള്ളവരാണ്, ഞങ്ങൾ അതിനുവേണ്ടി പോരാടുന്നവരാണ്. അങ്ങനെ പോരാടുന്നവരോട് ആ ചോദ്യം, നിങ്ങൾ എന്തിനാ RSSന്റെ വാദത്തിന്റെ കൂടെ നിൽക്കുന്നത്? പള്ളിക്കും അതുപോലെ തന്നെ മുസ്ലിം പള്ളികൾക്കും വീടുകൾക്കും കാവൽ നിൽക്കുന്നതിന് വേണ്ടി, സമാധാനം ഉണ്ടാക്കുന്നതിന് വേണ്ടി RSS അവരെ ആക്രമിക്കുന്നത്. അതിനുവേണ്ടി പ്രവർത്തിച്ച മരിച്ച മനുഷ്യനെ എന്തിനാണ് SDPIക്കാര നിങ്ങൾ കുറ്റപ്പെടുത്തുന്നത്? നിങ്ങളുടെ വാദം എന്താണ്? ഞങ്ങൾ മുസ്ലിങ്ങളെ സംരക്ഷിക്കാനുള്ള പാർട്ടിയാണ്. ഇതാണോ നിങ്ങളുടെ മുസ്ലിം സംരക്ഷണം? ജമാഅത്ത് ഇസ്ലാമി, മുസ്ലിം മതരാഷ്ട്രവാദികൾ, നിങ്ങൾക്ക് എന്ത് ന്യായം? ഞാൻ അതിന്റെ വിശദീകരണത്തിലേക്ക് കിടക്കുന്നില്ല. പക്ഷേ ഈ നാട്ടിലെ ജനങ്ങൾ സത്യം തിരിച്ചറിയണം. അവിടെയും അവസാനിപ്പിക്കാതെ ഇതേ PT തോമസ് പറഞ്ഞ അടുത്ത കാര്യം എന്താണ്? ഞാൻ കേരളത്തിന്റെ നിയമസഭയുടെ രേഖകൾ പരിശോധിച്ചു. തലശ്ശേരി കലാപം കഴിഞ്ഞതിന് ശേഷം രേഖയിൽ MV രാഘവന്റെ ചോദ്യം, തലശ്ശേരി കലാപത്തിൽ കുഞ്ഞിരാമൻ എന്നൊരാൾ കൊല്ലപ്പെട്ടതിനെ കുറിച്ച് എന്താണ് മറുപടി പറയാനുള്ളത്? കരുണാകരന്റെ മറുപടി, അങ്ങനെ ഒരാൾ വർഗീയ കലാപത്തിൽപ്പെട്ട് മരിച്ചിട്ടുള്ളതായി ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നാണ് പറഞ്ഞത്. MV രാഘവൻ ആവർത്തിക്കുന്നു, തലശ്ശേരി വർഗീയ ലാളയിൽപ്പെട്ട് UK കുഞ്ഞിരാമൻ മരിച്ചിട്ടുള്ളതായി ഗവൺമെന്റ് അംഗീകരിക്കുന്നുണ്ടോ? കരുണാകരൻ ഇല്ലെന്ന് പറഞ്ഞുവല്ലോ. അടുത്ത ചോദ്യം, പിണറായി വിജയൻ, കൂത്തുപറമ്പിന്റെ MLA, ഒരു കൂട്ടം കലാപകാരികളാണ് UK കുഞ്ഞിരാമനെ കൊലപ്പെടുത്തിയതെന്ന് ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? കരുണാകരന്റെ മറുപടി, കുഞ്ഞിരാമന്റെ മരണത്തെ സംബന്ധിച്ച് ഒരു കേസ് നിലവിലിരിക്കുന്നത് കൊണ്ട് ഇപ്പോൾ ആരാണ് എങ്ങനെയാണ് കൊലപ്പെടുത്തിയെന്ന് പറയുന്നത് ശരിയല്ല. പിണറായി വിജയൻ വീണ്ടും, പിണറായി വിജയൻ രക്ഷണം പറഞ്ഞില്ലാന്ന് പറഞ്ഞു. പിണറായി വിജയൻ വീണ്ടും, ഒരു കൂട്ടം കലാപകാരികളുടെ പേരിലാണ് ഈ കേസ്, ഏത് കേസ്? കുഞ്ഞിരാമനെ കൊന്ന കേസ് നിലവിലുള്ളതെന്ന് അറിയാമോ? അപ്പൊ കരുണാകരന്റെ മറുപടി, ഏത് തരത്തിൽപ്പെട്ട പ്രതികളാണെന്ന് അറിയുന്നുണ്ടെങ്കിൽ പ്രത്യേകം നോട്ടീസ് വേണം. അപ്പൊ ഡോക്ടർ CBC വാര്യർ, നമ്മുടെ MLA, UK കുഞ്ഞിരാമന്റെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകാൻ ഗവൺമെന്റ് തയ്യാറുണ്ടോ? കരുണാകരന്റെ മറുപടി, ഗവൺമെന്റ് അക്കാര്യം തീരുമാനിച്ചിട്ടില്ല. PG പുരുഷോത്തമൻ പിള്ള, കൊല്ലത്ത് നിന്നുള്ള നമ്മുടെ MLA ആണെന്നാണ് എന്റെ ധാരണ. ഈ വർഗീയ കലാപത്തിൽ ഒരു വിഭാഗം കലാപകാരികളാൽ UK കുഞ്ഞിരാമൻ കൊല ചെയ്യപ്പെട്ട സാഹചര്യമുണ്ടായി. ആ കേസിലെ പ്രതികൾ ആ കലാപത്തിൽ പങ്കെടുത്തവരാണെന്ന് ബോധ്യപ്പെടുകയാണെങ്കിൽ ഇക്കാര്യം പ്രത്യേകം പരിഗണിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? കരുണാകരന്റെ മറുപടി, എങ്ങനെ വേണമെന്ന് ഇപ്പോൾ മറുപടി പറയാൻ ബുദ്ധിമുട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായി? ഈ PT തോമസിനെ പോലെയുള്ള തമ്മാടികൾ, കുഞ്ഞിരാമന്റെ മരണത്തെ കള്ളിഷാപ്പിലെ അടിപിടിയായി ചിത്രീകരിച്ചവർ, പത്രങ്ങളിൽ വാർത്ത കണ്ടിട്ടില്ലെന്ന് പറഞ്ഞവർ, അവരുടെ പിന്മുറക്കാരും ബന്ധുക്കളും ഒക്കെ ജീവിച്ചിരിപ്പുണ്ടല്ലോ. മറുപടി പറയോ PT തോമസിന്റെ ബന്ധുക്കൾ? എന്റെ ഭർത്താവ് പറഞ്ഞ തെറ്റാണ്, എന്റെ
ഇയാൾ പറഞ്ഞത് അച്ഛൻ പറഞ്ഞത് തെറ്റാണ്, മക്കൾ മറുപടി പറയോ? നിങ്ങൾ ഈ നാട്ടിൽ മറുപടി പറയണ്ടേ? ഈ നാട്ടിലൊരു വലിയ വർഗീയ കലാപം, ആ വർഗീയ കലാപത്തിൽ സ്വജീവൻ നഷ്ടപ്പെടുത്തിയ ഒരു മനുഷ്യനെ കുറിച്ച് ഞങ്ങളുടെ അച്ഛൻ പറഞ്ഞ തെമ്മാടിത്തരാണ് എന്ന് പറയാൻ വി ടി തോമസിന്റെ മക്കളും കുടുംബവും തയ്യാറുണ്ടോ? മാന്യതയുണ്ടെങ്കിൽ നിങ്ങൾ അതിന് തയ്യാറാവേണ്ടതില്ലേ? എന്റെ പ്രസംഗം കേൾക്കുന്ന SDPIക്കാര് നാളെ ഈ നാട്ടിൽ മറുപടി പറ. നിങ്ങൾ UK കുഞ്ഞിരാമന്റെ മരണത്തെക്കുറിച്ച് വി ടി തോമസിന്റെ വാദഗതി അംഗീകരിച്ചുകൊണ്ട് SDPയുടെ പ്രമുഖനായ നേതാവിന്റെ വീഡിയോ എന്റെ കയ്യിലുണ്ട്. SDPയുടെ സംസ്ഥാന തലത്തിലുള്ള പ്രമുഖനായ നേതാവിന്റെ വീഡിയോ എന്റെ കയ്യിലുണ്ട്. ഞാൻ അതിന് മറുപടി പറഞ്ഞിറക്കിയ വീഡിയോ എന്റെ കയ്യിലുണ്ട്. എന്താ അയാൾ പറഞ്ഞത്? അയാൾ പറഞ്ഞത് ഇതേ വാദാണ്. അയാൾ വലിയ മൗലവി ഉസ്താദ് താരിയത്തുണ്ട്. അയാൾ പറഞ്ഞത് ഇതേ പച്ചക്കള്ളം ഇസ്ലാമിന്റെ പേരിലാണ് പറയുന്നത്, മതത്തിന്റെ പേരിൽ. അദ്ദേഹം മറുപടി പറയാൻ മാപ്പ് പറയാൻ തയ്യാറുണ്ടോ? കുഞ്ഞിരാമൻ കൊല്ലപ്പെട്ടത് കള്ളിഷാപ്പിൽ അടിപിടിയിൽ വെച്ചാണ് എന്ന് പറഞ്ഞ SDPയുടെ സംസ്ഥാന നേതാവ് മറുപടി പറയാൻ, മാപ്പ് പറയാൻ തയ്യാറുണ്ടോ? നിങ്ങൾ മാപ്പ് പറയണ്ടേ? ഈ നാട്ടിൽ മുസ്ലിം ലീഗ് നിങ്ങളുടെ ചന്ദ്രിക പത്രത്തിൽ അച്ചടിച്ചു വന്ന വാർത്ത എന്റെ കയ്യിലുണ്ട്. ചന്ദ്രികയിൽ അച്ചടിച്ചു വന്ന പഴയ വാർത്ത ഇതാ, കുഞ്ഞിരാമൻ കള്ളിഷാപ്പിൽ വെച്ച് കൊല ചെയ്യപ്പെട്ടതാണ് എന്ന് ചന്ദ്രികയിൽ അച്ചടിച്ചു വന്ന വാർത്തയാണിത്. മുസ്ലിം ലീഗ് മറുപടി പറയാൻ, മാപ്പ് പറയാൻ തയ്യാറുണ്ടോ? അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, MK മുനീറുമായി 24 ചാനലിൽ ജനകീയ കോടതിയിൽ ഒരുമിച്ചിരുന്ന് സംസാരിച്ചതുപോലെ ഒരുമിച്ചൊരു വേദിയിൽ സംവദിക്കാൻ ആളായി പിറന്ന ഈ പാർട്ടിയിലെ സകല മനുഷ്യരെ വെല്ലുവിളിക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ? നിങ്ങൾ തയ്യാറുണ്ടോ? ഉണ്ടെങ്കിൽ പറ. എന്നിട്ട് ഈ നാട്ടിലെ ജനങ്ങളോട് സത്യം പറ. പച്ചക്കള്ളം പറയാൻ പാടില്ല നിങ്ങൾ.